ഹേ എവരിവൺ, വെൽക്കം ടു അനദർ ഷോർട്ട് സ്റ്റോറി ലോങ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ടു തൃശ്ശൂർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ബ്രേക്ക് എടുത്തു. അതെ, ബ്രേക്ക് എടുക്കാൻ പറ്റിയ സ്ഥലം. സോ ഐ തോട്ട് ഒരു വ്ളോഗ് ചെയ്യാം. എൻ്റെ അമ്മേ, കുതിരപ്പുറത്ത് കയറണമല്ലോ. പൊക്കമില്ലാത്തതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് എനിക്കുണ്ട്. Okay, so let's get moving. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടി ഓടിക്കുന്ന എല്ലാവരും അറ്റ്ലീസ്റ്റ് അവർ ഓടിക്കുന്ന വണ്ടിയെ പറ്റി എങ്കിലും കുറച്ചെങ്കിലുമൊക്കെ അവെയർ ആയിരിക്കണം. അതായത് ഇപ്പോൾ വണ്ടിക്ക് പെട്ടെന്ന് വെച്ച് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ബേസിക്കായിട്ടുള്ളൊരു ഡയഗ്നോസിസ് ചെയ്യാനുള്ള രീതിക്ക് എങ്കിലും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ സ്വന്തം വണ്ടിയുടെ കാര്യം എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ എല്ലാ വണ്ടികൾക്കും കോമൺ ആയിരിക്കും. ഇപ്പോൾ ഒരു കാർ എടുക്കുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട കാറുകളെല്ലാം ഇപ്പോൾ ഡിസ്ക് ബ്രേക്സാണ്. അപ്പോൾ ബ്രേക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിലെന്തായിരിക്കും കേടായി കാണാൻ സാധ്യത. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അതുപോലെ അത് കുറച്ചൊക്കെ ഒന്ന് അവെയർ ആയിരിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊതുവേ ഞാൻ കാണാറുള്ളത് നമ്മുടെ ഓം ശാന്തി ഓശാന സിനിമയിലെ പോലെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ബോണറ്റും തുറന്നു വയ്ക്കുക, അതാണല്ലോ ആചാരം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നുള്ളതാണ് സംഭവം. അപ്പോൾ ഇതിന് രണ്ട് വശമുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മൾ ലോങ് ഡ്രൈവ് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. മോസ്റ്റ് ഓഫ് ദി കേസസ് നമുക്ക് തന്നെ എന്തെങ്കിലും പൊടിക്കുകയും ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. രണ്ടാമത്തെ എന്ന് പറയുന്നത് സർവീസ് സെൻറ്റേഴ്സിലെ ഉടായ്പകളൊക്കെയാണ്. ടോള് കഴിയുമ്പോൾ ഒരാചാരം. എന്തായാലും ഇവിടെ കുറച്ച് ഓപ്പൺ റോഡാണല്ലോ. ഒരുവിധപ്പെട്ട സർവീസ് സെൻറ്ററുകളിലും അല്ലാതെയുള്ള വർക്ക്ഷോപ്സിലും പോയാലും ഫുൾ ഉടായ്പാണ്. അത് നന്നായിട്ട് ചെയ്യുന്നവരില്ല എന്നല്ല, പക്ഷേ കുറച്ച് കുറവാണ്. ആൻഡ് നമ്മളെ പറ്റിക്കാൻ പറ്റുമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ ദ ടൈം അവർ പറ്റിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിന് ഒരുപാട് എക്സാമ്പിൾസ് പറയാനുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. കുറച്ച് വലിച്ചു നീണ്ടിയായിരിക്കും പറയുന്നത്. ഐ ആം സോറി. എനിക്ക് കഥ പറയുമ്പോൾ അങ്ങനെ പറയാനേ പറ്റാറുള്ളൂ. ഞാൻ കാർ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ബാംഗ്ലൂരുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്യുക, ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക, പിന്നെ എനിക്ക് ബ്രേക്ക് ബ്ലീഡ് ചെയ്യാറായി. അപ്പോൾ ബ്രേക്ക് ബ്ലീഡിങ്ങും ചെയ്യണം. പക്ഷെ അത് അർജൻ്റ് അല്ല. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് കിട്ടും പാർട്സ്. ബ്രേക്ക് ഫ്ലൂയിഡ് റെഡിലി അവൈലബിൾ ആണ് എങ്കിൽ ചെയ്താൽ മതി. ആൻഡ് ലേബർ ഓൾസോ അന്ന് തന്നെ വണ്ടി കിട്ടുമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോയത്. സോ നിർബന്ധമായിരുന്നില്ല. എനിവേ, അപ്പോൾ ഞാനവിടെ പോയി. മലയാളിയുടെ കടയാണ്. പുള്ളിയെടുത്ത് പറഞ്ഞു ഓയിൽ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അത് കുഴപ്പമില്ല, ചെയ്യാം. ഞാൻ തന്നെ ഓയിൽ വാങ്ങിക്കൊണ്ട് പോയായിരുന്നു. ഞാൻ തന്നെയാണ് ഓയിൽ വാങ്ങാറ്. എനിക്ക് 10W30 കാര്യം 10W40 യൂസ് ചെയ്യാനാണ് താല്പര്യം. പുള്ളിയെടുത്ത് ഓയിൽ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ബ്രേക്ക് ബ്ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് പറ്റി, ബ്രേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ പ്രശ്നമൊന്നുമില്ല, 2 വർഷമായി. ആൻഡ് ഓൾസോ കാറിനകത്ത് വാർണിംഗ് വന്നു തുടങ്ങി, ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യാറായി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ബ്രേക്ക് ഫ്ലൂയിഡ് ഫോർ ലൈഫാണ്, അത് ഒരിക്കലും മാറ്റേണ്ട കാര്യമില്ല. എന്നിട്ട് പുള്ളി അവിടെ കിടന്നൊരു 202 W202 ആണെന്ന് തോന്നുന്നു, ഒരു പഴയൊരു ബെൻസ് അത് കാണിച്ചിട്ട് പറഞ്ഞു ആ ബെൻസിൽ പുള്ളിക്കാരെ ഇന്ന് വരെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റിയിട്ടില്ല. അത് ഷോറൂമിന് ഇറങ്ങിയ ശേഷം ഇന്ന് വരെ അത് ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റിയിട്ടില്ല. ഇപ്പോഴും അതേ ബ്രേക്ക് ഫ്ലൂയിഡ് പറഞ്ഞു. ഞാനിങ്ങനെ എന്ത് പറയണം? അപ്പോൾ ഞാൻ ഓക്കെ, അതായിക്കോട്ടെ. ഇപ്പോൾ ഫ്ലൂയിഡ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എനിക്ക് മാറിക്കിട്ടിയാൽ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു. ഭാഗ്യവശാൽ അവിടെ ബ്രേക്ക് ഫ്ലൂയിഡ് സ്റ്റോക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇല്ല, കുഴപ്പമില്ല, അങ്ങനെ ഞാൻ ഒരു ലോങ് പോകാനുണ്ട്, പോയി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതിൽ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡ് ഒരിക്കലും ഫോർ ലൈഫ് അല്ല. വണ്ടിക്കകത്തുള്ള ഒരു ഫ്ലൂയിഡ്സും ഫോർ ലൈഫ് അല്ല. അതിലേറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനത്തിൽ ഒന്നാണ് ബ്രേക്ക് ഫ്ലൂയിഡ്. കാരണം 2 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക് ഫ്ലൂയിഡ് ഭയങ്കരമായിട്ട് മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. എസ്പെഷ്യലി .4ഉം 5.1ഉം.
ഹൈഡ്രോഫോബിക്കോ ഫിലിക്കോ ഏതോ ആണ്. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളി സീൽഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് എങ്കിലും അതിനകത്ത് മോയ്സ്ചർ കയറും. അപ്പോൾ ഒരു 2 വർഷമാണ് ഓൾമോസ്റ്റ് എല്ലാ മാനുഫാക്ചറേഴ്സും പറയുന്നത് ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും ബ്രേക്കിംഗ് സിസ്റ്റം നന്നായിട്ട് ചൂടാകുമ്പോൾ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ലെറ്റ്സേ നമ്മൾ വെള്ളം വെച്ചിട്ടാണ് അത് നിറയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ 100 ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും വെള്ളം ആവിയാവും. ആവി ഗ്യാസ് ആണല്ലോ. അപ്പോൾ ബേസിക്കലി ബ്രേക്ക് സിസ്റ്റത്തിനകത്ത് എയർ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രേക്ക് കിട്ടില്ല. ചവിട്ടുമ്പോഴത്തേക്കും മറ്റേ സ്പോഞ്ച് പോലെ ഫുള്ളങ്ങ് പോകും. ഇപ്പോൾ മല ഏതെങ്കിലുമൊക്കെ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ബ്രേക്ക് പിടിച്ച് വരുവാണെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ബ്രേക്ക് കിട്ടില്ല. ചവിട്ടുമ്പോഴത്തേക്കും സാധാരണ ബൈക്ക് പോയിൻ്റ് കഴിഞ്ഞ് വണ്ടി അത് ബ്രേക്ക് കുഴിഞ്ഞങ്ങ് പോകും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതാണ്, ബ്രേക്ക് സിസ്റ്റത്തിനകത്തുള്ള ഫ്ലൂയിഡ് ഓവർ ഹീറ്റായിട്ട് അതിനകത്ത് ഗ്യാസ് അത് ആവിയായി ബേസിക്കലി. ഓക്കെ, അപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മാനുഫാക്ചറേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്, ഓക്കെ, ഇനി ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ സോ ദാറ്റ് ഈവൻ ഇഫ് ബ്രേക്ക് ഓവർ ഹീറ്റ് ആയാലും അത് ഒരു പരിധി വരെ അത് ആവിയാവാതെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണ് അത് ഡിസൈൻ. അതിൻ്റെ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി അതാണ്. പക്ഷേ ഈ സാധനം വെള്ളം അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വെള്ളം 100 ഡിഗ്രി അകത്തുമ്പോഴത്തേക്ക് ആവിയാവില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം കൂടുന്തോറും ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 2 വർഷം കഴിയുമ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഫ്ലഷ് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്റത്തിൽ നിന്ന് കളഞ്ഞ് പുതിയ ബ്രേക്ക് ഫ്ലൂയിഡ് യൂസ് ചെയ്യണം എന്ന് കമ്പനി പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിലും നമുക്ക് നോർമൽ യൂസിൽ ബ്രേക്ക് കിട്ടും. ഈവൻ കുന്നിറങ്ങുമ്പോഴും ബ്രേക്ക് കിട്ടും. പക്ഷേ കുന്നിറങ്ങി പെട്ടെന്ന് വെച്ച് ഒരു എമർജൻസിക്ക് പിടിക്കാൻ നേരം നോക്കുമ്പോഴായിരിക്കും സാധനം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഇങ്ങനൊരു കാലാവധി പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഈ ബുദ്ധിമാനായ മണ്ടൻ എന്നോട് പറയുന്നത് ബ്രേക്ക് ഫ്ലൂയിഡ് ഫോർ ലൈഫാണ്, അത് ബ്രേക്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാത്തിടത്തോളം അതൊരു കാരണവശാലും മാറ്റേണ്ട കാര്യമില്ല, കമ്പനി നില കൂടിയ സാധനം വരുന്നത്. അയാൾ നിന്ന് തള്ളി മറിക്കുക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ട്രെൻഡ് പോലെ ഉള്ളത് ഒരു ലേമാൻ പറയുവാണ്, ഞാൻ ഇന്ന വർക്ക്ഷോപ്പിൽ പോയി, അവിടുത്തെ വർക്ക്ഷോപ്പിലെ ആൾ നല്ല ആളാണ്, പുള്ളിക്കാരൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ മാറ്റാൻ സമ്മതിക്കുള്ളൂ, അനാവശ്യമായിട്ടൊന്നും മാറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ട്രെൻഡ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ഡയലോഗുകൾ അടിച്ചങ്ങ് വിടുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാൻ ആവശ്യമുള്ള സാധനമാണെങ്കിൽ പോലും ഇയാൾ പറയും ഇതൊന്നും മാറേണ്ട കാര്യമില്ല, ഇതൊക്കെ നല്ല ഇതാണ്. എന്ന് വെച്ചാൽ ഒരു ഫേക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ബ്രേക്ക് ഫ്ലൂയിഡിനെ പറ്റി ഒരു അവയർനെസ് ഉള്ളതുകൊണ്ട് ഞാൻ പുള്ളിയെ പഠിപ്പിക്കാൻ പോകുന്നതിൽ കാര്യമില്ല. കാരണം അയാൾ എന്തായാലും സമ്മതിച്ചാലും, കാരണം പുള്ളിയുടെ ഒരു ടോണെന്ന് തന്നെ എനിക്കത് മനസ്സിലായി. ഈവൻ ഇഫ് തെറ്റാണ് എന്ന് ഒരു കാരണവശാലും സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ ആർക്കും ഇതിനൊന്നുമില്ല, ജസ്റ്റ് സാധനമുണ്ടോ സാധനമില്ല, ഓക്കെ ഫൈൻ, ചെയ്യണ്ട. ഇതുകൂടെ കേട്ടപ്പോൾ എനിക്ക് ഉറപ്പായി, ഓക്കെ ഇവിടെ നിന്ന് എന്തായാലും ചെയ്യേണ്ട കാര്യം. കാരണം ഇങ്ങനെ മണ്ടത്തരം പറയുന്ന ഒരുത്തൻ ബ്രേക്ക് ഫ്ലൂയിഡ് പ്രോപ്പറായിട്ട് ബ്ലീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിനകത്ത് എയർ കയറും, നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എയർ കയറും. അപ്പോൾ ഉള്ള ബ്രേക്ക് കൂടെ പോവും എന്നൊരു പേടിയൂടെ വന്നുകൊണ്ട് ഞാൻ പിന്നെ അവിടെ ചെയ്യാനൊന്നുമില്ല. എന്തായാലും ഓയിൽ ചേഞ്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ, ചെയ്യട്ടെ എന്ന് വെച്ചു. പുള്ളി പറഞ്ഞു ഒരു അരമണിക്കൂറിൻ്റെ കേസുകൾ പുള്ളി ഇപ്പം ചെയ്തു തരാം. അപ്പം ഞാൻ അരമണിക്കൂറിൻ്റെ കേസ് അത്രയല്ലല്ലോ, എന്തായാലും അണ്ടർ ബോഡി പാനൽസൊക്കെ ഇളക്കണം, അടിയിൽ കയറി ഇളക്കണം കുറച്ച്, ഓക്കെ, അല്ലെങ്കിൽ ഇവർ എത്ര ഫാസ്റ്റായിട്ട് ചെയ്തു തരും എന്നായിരിക്കും ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ട്. അപ്പോൾ അല്ല, ഇവർ മറ്റേ സക്ഷൻ ഹോസിട്ട് എടുക്കുന്നത്. ഇതിനെപ്പറ്റി 2 രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് പറയാറുണ്ട്. ചിലർ പറയും അടിയിൽ നിന്ന് ബ്ലീഡ് ചെയ്താലേ ഫുള്ളായിട്ട് പോകുമെന്ന്, ചിലർ പറയും സക്ഷൻ അടിച്ച് ചെയ്താലേ ഫുള്ളായിട്ട് പോകും. BMW സർവീസ് മാനുവലിൽ അവർ പറയുന്നത് അടിയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാനാണ്, സക്ഷൻ ചെയ്യാനല്ല. പക്ഷേ മെർസിഡീസിന് തിരിച്ചാണെന്ന് തോന്നും, അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. എയ്തർ വേ അത്ര ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല, ഒരു ചെറിയ പോർഷൻ ഓഫ് ഓയിൽ അതിൽ റിമെയിൻ ചെയ്യും, അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു സിവിയറിറ്റി എന്ന് പറയുന്നത്. എനിവേ, അപ്പോൾ ഇതാണ് അവർ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം. ഐ വാസ് നോട്ട് ദാറ്റ് ഹാപ്പി വിത്ത് ഇറ്റ്, ബട്ട് സ്റ്റിൽ അവർ ചെയ്തു. അത് കഴിഞ്ഞ് ഫിൽറ്റർ അവരേൽ സ്റ്റോക്ക് ഉണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ അവർക്ക് യാർഡിൽ പോയി എടുക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വണ്ടി റെഡിയാക്കി ഇട്ടേക്കാന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അവിടെ നിന്ന് പോയി തിരിച്ചു വന്നു, വണ്ടി തന്നു, ലേബർ ചാർജ് 1500 വാങ്ങിച്ചു, വിച്ച് വാസ് ഓക്കെ, കുഴപ്പമില്ല. ഞാൻ 2 ക്യാൻ ആണ് ഓയിൽ വാങ്ങിച്ചു കൊടുത്തത്, 4 ലിറ്ററിൻ്റെ 2 ക്യാൻ. ഈ കാറിൽ 5.3 ലിറ്റേഴ്സ് ആണ് ഓയിൽ വേണ്ടത്. ഓക്കെ, ഞാൻ വീട്ടിൽ എത്തിയിട്ട് ബാക്കിൽ റിമൈനിങ് ഓയിൽ കൊണ്ട് ബൂട്ടിൽ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ട് വയ്ക്കാനായിട്ട് ബൂട്ട് തുറന്നപ്പോൾ
ഒരു കുപ്പി തുറന്നിട്ട് പോലുമില്ല, ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ 4 ലിറ്റർ ഓയിൽ അപ്പോൾ ഒഴിച്ചോളൂ, ബാക്കി ഓയിൽ അപ്പോൾ പുള്ളിക്കാരൻ തന്നെ കയ്യിൽ നിന്ന് അവിടെ ഉള്ള സ്റ്റോക്കാണ് എടുത്തത്. എന്താ സംഭവം എന്നറിയാൻ വേണ്ടി. എന്തായാലും അങ്ങനെ ചെയ്യില്ല, കാരണം ബില്ലിൽ ഇട്ടിട്ടില്ല. ഒരു കാരണവശാലും ഒരു ഔൺസ് പോലും ഓയിലായാലും ഫ്രീ ആയിട്ട് തരത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്തപ്പോൾ ഓയിൽ ലെവൽ കുറവാണ്, അതിനകത്ത് മിനിമം ലെവൽ പോലും ഓയിലില്ല. ഞാൻ പിന്നെ ഓക്കെ, എൻ്റെ ഓയിൽ ഇരിക്കില്ല, ഞാൻ തന്നെ ഫില്ല് ചെയ്തു, 5.3 ആക്കി, കുറച്ചൊന്ന് റൺ ചെയ്തു, എന്നിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്തു. ഓക്കെ, എൻ്റെ പ്രോസസ് ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ ഇയാളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇയാളെ വിളിച്ചിട്ട് ഇയാളല്ല എടുക്കുന്നത്, അവിടെ ഒരു അസിസ്റ്റൻ്റ് ഒരു ചേച്ചി എടുത്തത്, പുള്ളിക്കാരിക്ക് ഇതിനെ പറ്റി അറിയാം. പുള്ളിക്കാരിക്ക് ആക്ച്വലി അറിയാം. ഞാൻ ചോദിച്ചതിൽ എത്ര ലിറ്റർ ഓയിലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ 5.3 ഫുള്ളായിട്ട് നമ്മൾ മെഷർ ചെയ്താണ് ഒഴിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പം മെഷർ ചെയ്താണ് ഒഴിച്ചെങ്കിൽ ഇതിൽ ഓയിൽ ലെവൽ കുറവാണല്ലോ. ഇല്ല സാർ, മെഷർ ചെയ്താണ് ഒഴിച്ചത്, 5.3 കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 8 ലിറ്റർ ഓയിലാണ് വാങ്ങി തന്നത്, 4 ലിറ്റർ നിങ്ങൾ എടുത്തിട്ടുള്ളൂ, ബാക്കി 4 ലിറ്റർ പൊട്ടിക്കാത്ത ഉപ്പേൻ്റെ ഇരിക്കുകയാണ്, പിന്നെ നിങ്ങൾക്ക് ബാക്കി 1.3 എവിടെ നിന്ന് കിട്ടി? അപ്പോൾ അവരിങ്ങനെ നിന്ന് തപ്പുന്നു. അപ്പോൾ ഇതാണ് ഒരു സ്റ്റോറി. ഓക്കെ, ഇതിൻ്റെ ബാക്കി വശങ്ങൾ ഞാൻ പറയുന്നില്ല. പിന്നെ ഈ പുള്ളിയാണെങ്കിൽ എന്നിട്ട് പുള്ളിക്കാരൻ്റെ ഷോപ്പിൻ്റെ ഒരു സ്റ്റിക്കർ എൻ്റെ കാറിൻ്റെ ബാക്കിലൊട്ടിച്ച്, എന്നോട് ചോദിച്ച പോലുമില്ല, ഒരു വൃത്തികെട്ട സ്റ്റിക്കറോട് തൊട്ടിച്ച്. അതാണെങ്കിൽ പെട്ടെന്ന് ഇളകി പോകുന്ന ടൈപ്പ് പോലും അല്ല, കുറേ ഞാനിത് മെനക്കെട്ടിട്ട് ഇളക്കി കളഞ്ഞത്. ഓക്കെ, അത് വിട്. ഓക്കെ, ഔട്ട് സൈഡ് വർക്ക് ഷോപ്പാണ്, ഫൈൻ. ഇനി നമുക്ക് സർവീസ് സെൻറ്റേഴ്സ്, ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരാം.